കുവൈത്തിലെ അതീവ സുരക്ഷാ മേഖലയ്ക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഏപ്രിൽ 9 നടന്ന ആക്രമണത്തിൽ സൈനിക താവളത്തിലെ കെട്ടിടങ്ങൾക്കും യുദ്ധ സാമഗ്രികൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും കുവൈത്ത് അറിയിച്ചു. ഇറാൻ അതിർത്തി പങ്കിടുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കുവൈത്തിലെ അതീവ സുരക്ഷാ മേഖലയായ നാഷണൽ ഗാർഡ് സൈറ്റിന് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായത്. ഏപ്രിൽ 9 നടന്ന ആക്രമണത്തിൽ സൈനിക താവളത്തിലെ കെട്ടിടങ്ങൾക്കും യുദ്ധ സാമഗ്രികൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കുവൈറ്റ് നാഷണൽ ഗാർഡ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ ജദാൻ ഫാദിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണ സമയത്ത് സൈനികർ സുരക്ഷിതരായിരുന്നതിനാൽ ആർക്കും പരിക്കോ ജീവഹാനിയോ സംഭവിച്ചിട്ടില്ല. രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഏതു ശത്രു നീക്കത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നുമാണ് കുവൈത്ത് വ്യക്തമാക്കിയത്. ഇസ്ലാമാബാദിൽ മേഖലയിലെ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു കുവൈത്തിന് നേരെ ആക്രമണമുണ്ടായത് എന്നതും ഗൗരവകരമാണ്. ഇറാൻ അതിർത്തി പങ്കിടുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. സ്ഫോടനത്തിന് പിന്നാലെ എമർജൻസി ടീമുകൾ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന നീക്കത്തിൽ ലെബനൻ സർക്കാരുമായി നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെങ്കിലും ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെയാണ് ഇസ്രയേൽ ചർച്ചയ്ക്ക് മുതിരുന്നത്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നതിനാണ് ചർച്ചയിൽ ഇസ്രയേൽ മുൻഗണന നൽകുന്നത്. ബെയ്റൂട്ടിനെ സൈനിക മുക്തമാക്കാനുള്ള ലെബനൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ ബെഞ്ചമിൻ നെതന്യാഹു സ്വാഗതവും ചെയ്തിട്ടുണ്ട്. അതേസമയം മേഖലയിലെ സംഘർഷത്തിന് പൂർണ്ണമായൊരു ശമനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ കനത്ത ആക്രമണത്തിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത് വലിയ പ്രതിഷേധങ്ങൾക്കായിരുന്നു കാരണമായിരുന്നത്. ചർച്ചകൾ നടക്കുമ്പോഴും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി തുടരുമെന്ന് തന്നെയാണ് ഇസ്രയേൽ നിലപാട്. എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാതെ ചർച്ചകൾക്കില്ലെന്ന് ഹിസ്ബുള്ള അനുകൂലികളും വ്യക്തമാക്കുന്നുമുണ്ട്. അമേരിക്കയിലെ ഇസ്രയേൽ സ്ഥാനപതിയായിരിക്കും സമാധാന ചർച്ചകളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.